അജ്മലും എൻ്റെ കേസറ്റ് പറയുന്നത് പ്രകാരം പതിവ്രത ആയിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കേസറ്റ് പറയുന്നതനുസരിച്ചിട്ടാണ് ഇപ്പോൾ അജ്മൽ ഏറി പോയിട്ടുള്ളതും കുറ്റക്കാരനായിട്ടുള്ളതും ഓൾ പതിവ്രതയായി. പരസ്പര സമ്മതത്തോടെ ചാറ്റിങ്ങും വീഡിയോ കോളും ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് അവസാനം ചാറ്റ് ലീക്കായപ്പോൾ അവൻ മാത്രം കുറ്റക്കാരൻ, അവള് പതിവ്രത. ഓ, ആണായി പോയല്ലോ അല്ലേ? അപ്പം അങ്ങനെ വരുള്ളൂ. ഇപ്പം ഈ കട്ടിങ്സ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നതാവുന്നത് അജ്മൽ മാത്രം ഒരു തെറ്റുകാരനാണ് എന്നല്ല, അവളും ഒരു തെറ്റുകാരിയാണ്. അല്ലെങ്കിൽ ആ വിഷയം ഒരു തെറ്റാണെങ്കിൽ അവളും ഒരു തെറ്റുകാരിയാണ് എന്നുള്ളത് കൂടിയാണ്. നമുക്ക് ആ വീഡിയോ ആണെങ്കിൽ അപ്പൊ ഞാൻ എവിടെ നിൽക്കും? എവിടെ? I will arrange a place to stay. അപ്പൊ Between you and me. താൻ മാരീഡ് അല്ലേ? എനിക്ക് ഇതൊക്കെ എന്തിനാ അറിയുന്നേ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അജ്മൽ അവളോട് രാവിലെ പോയാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തിരിച്ചു പറയുന്നത് എവിടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അവളുടെ വിഷയം എവിടെ നിൽക്കും എന്നുള്ളതാണ്, അല്ലാതെ നോ എന്നല്ല. സത്യത്തിൽ അവൻ്റെ ഉദ്ദേശം ഒറ്റ ചോദ്യത്തിൽ ഇവൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണ്ട എന്നാണെങ്കിൽ ഇവളുടെ മറുപടി നോ എന്ന് മാത്രമാണ് ആവേണ്ടത്. പിന്നീട് അതിനുശേഷമുള്ള വീഡിയോസ് ആണെങ്കിൽ ഇല്ലതാണ്. പിന്നെയുള്ളൊരു വീഡിയോ അവൾ തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അതിലവൻ പറയുന്നു അതെന്തിനാ താൻ നോക്കുന്നതെന്ന്. അതിനും അവളുടെ മറുപടി അല്ല, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ജസ്റ്റ് ചോദിച്ചു, കുട്ടിക്ക് കുഴപ്പമില്ല കാര്യങ്ങളിൽ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓളും കൂടിയിട്ട് അജ്മലിനൊരു ഹോപ്പ് കൊടുത്തിട്ട് അതിനുശേഷം ഈ വീഡിയോയും മറ്റും ലീക്കാക്കി ഓള് മാത്രം പതിവ്രതയാകുന്നു. അതല്ല, ഈ ഒരു ഫുൾ വീഡിയോ മറ്റും വരികയാണ്, അതിൽ അവൾ കൃത്യമായി നോ പറയുന്നുണ്ട്, പക്ഷേ അജ്മൽ നിർബന്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അജ്മൽ കുറ്റക്കാരനാണ്. അത് കേവലം ഇങ്ങനെ അജ്മൽ ട്രോളിൽ മാത്രമല്ല പോകേണ്ടത്, അറ്റുവെച്ചാൽ അതിനെതിരെ നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്നുള്ളത് അജ്മലിൻ്റെ വൈഫിൻ്റെ പ്രശ്നം. അത് തീർച്ചയായും വിശ്വാസവഞ്ചനയാണ്, പക്ഷേ അത് അവരായി, അവരുടെ കുടുംബമായി. അല്ലാതെ ഈ ഒരു വീഡിയോയും വെച്ച് അജ്മൽ മാത്രം ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനാകുന്നില്ല, എയറിൽ പോകുന്നില്ല. അവളും ഈ ഒരു 2 വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നത് അവളും ഒട്ടും ഈ ഒരു വിഷയത്തിൽ പതിവ്രതയല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് മോശമാണെങ്കിൽ അവളും മോശക്കാരിയാണ്, കുറ്റക്കാരിയാണ്.